വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. യുവമോർച്ച പ്രവർത്തകരുണ്ട്, ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട്. പ്രവർത്തകരുടെ എണ്ണം ആദ്യം ഈ പ്രവർത്തകർ ഇവിടെ ഉണ്ട് എന്ന് നേരത്തെ ഞാൻ ആര്യോട് സൂചിപ്പിച്ച സമയത്ത് പ്രവർത്തകരുടെ എണ്ണം പറഞ്ഞത് ഒരു 3-4 പ്രവർത്തകരാണ് നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയത്, പ്രതിഷേധിക്കുമെന്ന് സംശയം തോന്നിയതെങ്കിൽ ഡിവൈഎഫ്ഐക്കാരുടെ കാര്യത്തിലാണെങ്കിലും 3-4 പേര് എന്ന് കരുതിയതെങ്കിൽ അങ്ങനെയല്ല. പല ഭാഗത്തായി ചിന്നിച്ചിതറി നിന്നിരുന്ന പ്രവർത്തകർ ഇവിടേക്ക് ഇരച്ചെത്തുന്നതാണ് നമ്മൾ കണ്ടത്. വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുന്നു. വാഹനം ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഒരടി മുന്നോട്ട് നീക്കാൻ കഴിയാത്ത അവസ്ഥ. അത്യാഹിത വിഭാഗത്തിന്റെ മുന്നിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ഇവിടുന്ന് തൊട്ട് മുന്നിലേക്ക് പോയാൽ ഇവിടെ ബി ബ്ലോക്ക് ഉണ്ട്, അവിടെയാണ് കണ്ണൻ കൂടി ചേരുന്നുണ്ട്. കണ്ണൻ, ഈ വാഹനം ഇവിടുന്ന് ഒരു അടി മുന്നോട്ട് നീക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. രാഹുലിനെ പുറത്തേക്ക് ഇറക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം രാഹുലിന് നേരെ ഉണ്ടാകുമോ എന്ന് പോലീസും ആശങ്കപ്പെടുന്നുണ്ട്. അതിനാൽ പിന്നെ പ്രവർത്തകരെ മുഴുവൻ മാറ്റിയ ശേഷം അകത്തേക്ക് രാഹുലിനെ കയറ്റാമെന്നുള്ള നിലപാടായിരിക്കുമല്ലേ? ഒരു കാരണവശാലും ഇല്ല. ഈ പ്രവർത്തകരെ മാറ്റുക എന്നുള്ളത് അത്യന്തം ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഈ എങ്ങനെയെങ്കിലും ഏത് വിധേനെങ്കിലും രാഹുലിനെ കയറ്റുക എന്നുള്ള യുവമോർച്ചയുടെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകർ ഒരു അണ്ണുപോലും മാറാതെ അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. കാര്യം പലതരത്തിലുള്ള ഒരു കേട്ടതറക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുള്ള മുദ്രാവാക്യങ്ങളാണ് രാഹുലിനെതിരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം മൂന്നാമത്തെ കേസിലും ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവന് കണ്ടില്ലല്ലോ. അതായത് ചിരിച്ച് യാതൊരു ഇതുമില്ലാതെ ഏതെങ്കിലും ഒരു അവാർഡ് നേടിയ വ്യക്തിയെ പോലീസ് കൊണ്ടുവരുന്നതിന് സമാനമായ രീതിയിൽ വലിയ സന്തോഷത്തോടു കൂടി വരുന്ന ഒരു MLA ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അല്ലെങ്കിൽ യുവജന സംഘടനാ പ്രവർത്തകർക്ക് പ്രതിഷേധമുണ്ടാകും. അതിന്റെ ഭാഗമാണ് രാഹുലിനെ പുറത്തേക്ക് ഇറക്കി അകത്തേക്ക് കൊണ്ടുപോകുന്നു. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉണ്ടാകുന്നുവെങ്കിലും അതെല്ലാം വകഞ്ഞു മാറ്റി പോലീസിന്റെ സുരക്ഷാ വലയത്തിന് നടുവിൽ രാഹുൽ ഇപ്പോൾ ആശുപത്രിക്ക് അകത്തേക്ക് വൈദ്യപരിശോധനയ്ക്ക് കടക്കുകയാണ്. വീണ്ടും പ്രതിഷേധമുണ്ടാകുന്നു. രാഹുലിന് മുന്നിലേക്ക് ഈ ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ എത്തുകയാണ്. നമുക്ക് പ്രതികരണം തേടാൻ പോലും അടുത്തേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിൽക്കുന്നു. രാഹുൽ എന്തായാലും ആശുപത്രിക്ക് അകത്തേക്ക് കടന്നിരിക്കുന്നു. പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് നടുവിലൂടെ അതിശക്തമായ ആശുപത്രിക്ക് അകത്തേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമം ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പോലീസ് അത് തടയുകയാണ്. ആശുപത്രിക്ക് അകത്തേക്ക് ആരെയും കയറ്റി ഒരാളെയും ഇതുവരെയും കയറ്റിയിട്ടില്ല എന്നുള്ളത് പോലീസ് പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ രാഹുലിനൊപ്പം ഈ പോലീസിനൊപ്പം ആരൊക്കെയോ അകത്തേക്ക് കടന്നിട്ടുണ്ട്. അത് ഈ പ്രതിഷേധിച്ച പ്രവർത്തകരാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും രാഹുലിനെ ഈ പ്രതിഷേധങ്ങൾക്ക് നടുവിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെ പോലീസ് വാഹനം എത്തി പ്രവർത്തകരെ വകഞ്ഞു മാറ്റി പോലീസിന്റെ സുരക്ഷാ വലയത്തിന് നടുവിൽ ഇപ്പോൾ ആശുപത്രിക്കകത്തേക്ക് വൈദ്യപരിശോധനയ്ക്കായി കയറ്റിയിരിക്കുകയാണ്. വൈദ്യപരിശോധന അധികം നീളാനുള്ള സമയം കാണുന്നില്ല. കാരണം കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ രാഹുലിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അടക്കമുള്ള രാഹുലിനെ നമ്മൾ കണ്ടതാണ്. കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഇപ്പോൾ ഈ പറയുന്ന ഡോക്ടർ സാക്ഷ്യപ്പെടുത്തും. ഡോക്ടറുടെ സാക്ഷ്യപ്പെടുത്തലുമായി ഇവിടെ നിന്നും അധികം വൈകാതെ പോലീസ് പുറത്തേക്ക് ഇറങ്ങും. പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ശക്തമായ കയ്യേറ്റമാണ് കാണുന്നത്. പ്രവർത്തകർക്ക് നേരെ ഇത്രയും നേരം പോലീസ് സമവായം പാലിച്ചുവെങ്കിൽ BJP പ്രവർത്തകർക്ക് നേരെ, യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ഭാഗത്തു നിന്നും കടുത്ത നടപടികൾ ഉണ്ടാകുന്നു. പോലീസിന് നേരെ പലവട്ടം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും രാഹുലിന് അടുത്തേക്ക് എത്താനുള്ള അവരുടെ ഒരു നീക്കത്തിനിടയിൽ പലപ്പോഴും പോലീസുകാർക്ക് മർദ്ദനം വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനിടയിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും തിരിച്ചും സമാനമായി തന്നെ ഈ പ്രവർത്തകർക്ക് നേരെ ഒരു നീക്കം നടക്കുന്നത്.